ഇന്നത്തെ ഒരു മൊഞ്ചുള്ള പകലിൻ്റെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും നമസ്കാരം കേട്ടോ. നോമ്പായ കാരണം രാവിലെ മക്കളെ ക്ലാസ്സിലേക്ക് പറഞ്ഞയച്ചതിന് ശേഷമാണ് നമ്മൾ മുറ്റടിക്കലും ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യുന്നത്. നോമ്പുകാലം പ്രത്യേകിച്ചും നമ്മൾ എണീക്കാനും വൈകും, അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വൈകുന്നുണ്ട്. അപ്പം ബെഡൊക്കെ ആകെ അലങ്കോലമായി കിടക്കുകയാണ്. ചില ദിവസം എണീറ്റ് വരുമ്പോൾ മുറ്റത്ത് നല്ല വെയിൽ ചൂട് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ദിവസം നമ്മളിപ്പോൾ മുറ്റം ക്ലീൻ ആക്കാതെ വെക്കലൊക്കെ ഉണ്ട്. കാരണം പഴയ പോലെയുള്ള ചൂട് വല്ലാത്ത ചൂടാണ് കേട്ടോ. ചെടികളുടെ ഇലകളൊക്കെ കരിയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെറ്റൊക്കെ കെട്ടിയ ഭാഗത്തുള്ള ചെടികൾ മാത്രമാണ് ഈ ഒരു സമയത്ത് സേഫായിട്ട് നിൽക്കുന്നത്. വീടിനകത്ത് അതുപോലെ തന്നെ ഞാൻ കുറച്ച് ബോട്ടിലൊക്കെ മണി പ്ലാന്റുകളൊക്കെ കൂടുതൽ സെറ്റ് ചെയ്തു. ചൂട് കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നതാണ്. പക്ഷേ അത് 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ നമ്മൾ അതിൻ്റെ വെള്ളമൊക്കെ ഒഴിച്ച് കളയാഞ്ഞാൽ കൊതുക് വരും കേട്ടോ. അതും കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ചൂടിൽ നിന്ന് രക്ഷപ്പെടാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കട്ട പതിച്ച മുറ്റുള്ളവർക്ക് വൈകുന്നേരം നമ്മുടെ കട്ട ശരിക്കൊന്ന് നനച്ച് വൃത്തിയാക്കി കൊടുക്കുകയാണെങ്കിൽ അതും നമുക്ക് നോമ്പ് തുറന്നിട്ട് ചൂട് കുറയാനുള്ളൊരു ഓപ്ഷനാണ്. നോമ്പിൻ്റെ മുമ്പ് ക്ലീൻ ചെയ്ത ഭംഗിയൊക്കെ ഇപ്പോൾ പോയി. കാരണം നോമ്പിൻ്റെ മുമ്പ് ക്ലീൻ ചെയ്തിട്ട് ഇപ്പോൾ 15 ദിവസമൊക്കെ ആയി. ഇനിയും ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് ഡീപ്പ് ക്ലീനൊക്കെ ചെയ്യണം. അപ്പോൾ പെരുന്നാളായി കഴിഞ്ഞാൽ നമുക്ക് തിരക്കൊന്നും ഒഴിയുമല്ലോ, ആ ഒരു സമയത്ത് ക്ലീൻ ചെയ്യണം. ഇപ്പോൾ ഭയങ്കര രസമാട്ടോ. ചൂട് കൂടിയ കാരണം AC ഇട്ടിട്ട് നമുക്ക് കിടക്കാൻ അല്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഒരു റൂമിൽ കിടന്നിട്ട് AC ഇടും. അപ്പോൾ നമുക്ക് കറണ്ട് ബില്ല് കുറക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. നോമ്പായതുകൊണ്ട് വീട് വളരെ പെട്ടെന്ന് അലങ്കോലാക്കിയിടും മക്കൾ. നോമ്പ് തുറക്കുന്ന സമയം വരെ വളരെ നീറ്റായിട്ടായിരിക്കും. പിന്നെ നോമ്പ് തുറന്നാൽ എവിടെയാണ് കിടക്കുക, എവിടെ ഇരുന്ന് പഠിക്കും എന്നൊന്നും ഇവർക്കൊരു ഐഡിയ ഇല്ല. ഇപ്പോൾ ആ ഒരു ക്ഷീണത്തിൽ ഇവർ അവിടെയും ഇവിടെയൊക്കെ കയറിയിരുന്ന് ചീത്തയാക്കി വെക്കും. അല്ലാത്ത സമയം ഇത്ര എല്ലാ ഭാഗത്തും ക്ലീൻ ആക്കേണ്ട ഒരു ആവശ്യം വരാറില്ല. അപ്പോൾ ക്ലീനിങ്ങിൻ്റെ സമയത്താട്ടോ നമ്മൾ ഈ ഒരു ഫിഷിന് ഫുഡ് കൊടുക്കലൊക്കെ. അപ്പോൾ അതൊക്കെ ചെയ്യാണ്. നേരം വെളുത്ത് കുറേ ആയിട്ടും കിളികളുടെ ഒച്ചപ്പാടും ബഹളങ്ങളൊന്നും നിന്നിട്ടില്ല കേട്ടോ. വരാന്തയിൽ ഇതുപോലെ ബോട്ടിൽ വെള്ളം നിറച്ചിട്ട് ഞാൻ ചെടികൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ നമ്മൾ വെള്ളം ചേഞ്ച് ചെയ്തിട്ട് ഒരാഴ്ചയായി. പിന്നെ ഇതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. ഇവിടെ ക്ലീനിങ്ങിന് ശരിക്കും ഒരുപാട് ടൈം പിടിക്കും കേട്ടോ. ഇങ്ങനെയുള്ള സ്റ്റാൻഡുകളും അതിൽ സാധനങ്ങളൊക്കെ ഉള്ളത് കാരണം ശരിക്കും കുറച്ച് ദിവസം കഴിഞ്ഞാൽ തന്നെ എല്ലാത്തിലും പൊടി കയറും. പൊടി കയറി കഴിഞ്ഞാൽ എനിക്ക് തുമ്മാൻ തുടങ്ങും. അപ്പം നമ്മൾ ഓരോ ഭാഗവും ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കിക്കൊണ്ടിരിക്കണം. ഇവിടെ കിച്ചണിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇസ്തിരി ചെയ്യാറുള്ളത്. രാവിലത്തെ മക്കളെ ഇസ്തിരിയൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ മടക്കി വെക്കുന്നത്. മഫ് എടുത്തിട്ട് തുടക്കുന്നതിനെക്കാട്ടിലുപരിയാണ് ഈ മക്കൾ അവിടെയും ഇവിടെയൊക്കെ സാധനങ്ങൾ ഇട്ടത് അടുക്കി പൊറുക്കി വെക്കുക എന്നുള്ളൊരു കാര്യം. ഓരോന്നും അതിൻ്റെ ഭാഗത്ത് സെറ്റ് ചെയ്താലേ നമുക്കതൊരു ഭംഗിയായിട്ട് ഫീൽ ചെയ്യുള്ളൂ. അവർ നിസ്കാരപ്പുടമൊക്കെ ഇവിടെ തന്നെ ഇട്ടിട്ട് പോയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഇന്നലെ സെയിലിന് വന്നതാട്ടോ, ജറബറ ചെടികൾ. ഇത് ഔട്ട്ഡോറായിട്ട് വെക്കുന്ന ചെടിയാണ്. നല്ല വെയിലുള്ള ഭാഗത്ത് സെറ്റ് ചെയ്താലും നന്നായി ഫ്ലവർ തരുന്ന ചെടിയാണ് ജറബറ. അതുപോലെ അസേലിയ പ്ലാന്റുകളാണ് കേട്ടോ. നല്ലൊരു റോസാപ്പൂവിൻ്റെ കണക്ക് ഫ്ലവർ വരുന്ന ചെടിയാണ് അസേലിയ. ഇതിൽ പല കളറും ഇപ്പോൾ നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കുക്കിംഗ് റെഡിയാക്കി വെക്കാൻ സാധനങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഉരുളൻകിഴങ്ങ് തൊലിയൊക്കെ
ചുരണ്ടി കട്ട് ചെയ്ത് റെഡിയാക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് നോമ്പ് നിറക്കുന്ന നേരത്ത് സാൻഡ്വിച്ച് വേണമെന്നൊക്കെ മക്കൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഉരുളൻകിഴങ്ങ് നുറുക്കി ഇതുപോലെ ഉപ്പ് വെള്ളത്തിൽ ഇട്ട് പിന്നെ അത് നമ്മൾ പേപ്പറിലോട്ട് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വാരിയിടുകയാണ് ചെയ്യുന്നത്. വളരെ കുറച്ച് എമൗണ്ടാണ്. അങ്ങനെ സംസാരിച്ച് ഇന്നത്തെ ഏകദേശം പണികളും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞല്ലോ. വലിയ വലിയ ജോലികളൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീടിൻ്റെ മുറ്റത്തും ചെടികളും കാര്യങ്ങളും അതുപോലെ ചട്ടിയിലുള്ള ഇലകളും ഒക്കെ പെറുക്കിടാൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ ഒന്ന് നടക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ അയൽവാസികളൊക്കെ ഒന്ന് കണ്ട് സംസാരിക്കും. ഇതൊക്കെയാണ് നമുക്ക് ബാക്കിയുള്ള ടൈമിലെ ജോലി. ഇപ്പോൾ വീട്ടിലെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് വീടിനകവും പുറവും ഒക്കെ നല്ല വൃത്തിയായി കിടക്കുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കാൻ തന്നെ നമുക്കൊരു ഇഷ്ടമാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ മുമ്പാകത്തേക്ക് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ വീടിൻ്റെ വരാന്തയാണിത്. ഈ ഒരു സ്റ്റാൻഡിലുള്ള ചെടികളൊക്കെ സെയിലായി കഴിഞ്ഞതാണ്. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാനുണ്ട്. അപ്പോൾ സമയമുള്ളപ്പോഴാണ് ഞാൻ ഓരോന്നും ചെയ്യുക കേട്ടോ. അല്ലാതെ ധൃതി പിടിച്ചൊന്നും ചെയ്യാനുള്ളപ്പോൾ ഒരു ആശ്വാസം കിട്ടാറില്ല. എന്നെപ്പോലെ ഇതുപോലെ ഗ്രില്ലൊക്കെ ഇട്ട ആളുകൾക്ക് പൂച്ച കയറാതിരിക്കാൻ ഇതുപോലെ നെറ്റൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മളെ വരാന്തയിൽ എപ്പോഴും പൂച്ച കയറുമായിരുന്നു. നമ്മുടെ വളർത്തു പൂച്ചകളല്ല, പുറത്തുള്ള പൂച്ചകൾ. അപ്പോൾ അങ്ങനെ നെറ്റൊക്കെ കെട്ടി ഇപ്പോൾ വരാന്ത നല്ല അച്ചടക്കമാക്കി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പൂച്ച ശല്യവും മറ്റുള്ള ജന്തുക്കളെ ശല്യമൊന്നുമില്ല. അങ്ങനെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് നമുക്ക് വീടിൻ്റെ അകത്തേക്കൊന്ന് പോയി നോക്കാം കേട്ടോ. ഇതുപോലെ നമ്മുടെ ഹാളൊക്കെ സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. കൂടുതൽ വലിയ സംഭവമൊന്നുമല്ല, നോർമൽ എല്ലാവരും വീട്ടിലുള്ള പോലെ തന്നെയാണ്. കുറേ ദിവസം ഇങ്ങനെ വീഡിയോ വൈകുമ്പോൾ ഒരുപാട് പേര് വന്നിട്ട് ചോദിക്കും, എന്താ വീഡിയോ ഇടാത്ത. വീഡിയോ ഇടാഞ്ഞാൽ നിങ്ങൾ ചോദിക്കുന്നതിലുപരി യൂട്യൂബ് നമ്മൾ അതിന് ആ ഒരു രീതിയിൽ നമ്മളെ വീഡിയോ ഡൗൺ ആക്കും. അപ്പോൾ ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെയുള്ള വീഡിയോ എടുത്തിട്ട് ഇടുകയാണ് കേട്ടോ. മോനെയും കൊണ്ട് നമുക്ക് ഡയാലിസിസിന് പോകാനുള്ളതുകൊണ്ട് എനിക്ക് അത്ര ഒരു ടൈമാണ് നമുക്ക് ഒഴിവ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ സെയിലിന് വന്ന കുറച്ച് പുതിയ ചെടികളാണിത്. നല്ല ഭംഗിയുള്ള ഫ്ലവറുകളാണ് കേട്ടോ. പല വെറൈറ്റിയിലുള്ള ഫ്ലവറുകളുണ്ട്. അപ്പോൾ ഈ ചെടികൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ മുകളിൽ. അതിൽ മെസ്സേജ് അയച്ചാൽ മതി. അതുപോലെ ആന്തൂറിയം ചെടികളും മറ്റുള്ള ചെടികളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ അഗ്ലോണിമ വെറൈറ്റികളും ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ ഏത് ചെടികളാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഫോട്ടോസ് അയച്ചു തരുന്നതാണ്. പിന്നെ DTDC കൊറിയർ സർവീസ് വഴിയാണ് ചെടികൾ അയച്ചു തരിക. ഇത് സീസൺ ഫ്ലവർ അല്ല. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരിക, അതുപോലെ കമന്റ് ഒക്കെ എഴുതുക. വീണ്ടും നല്ല നല്ല വീഡിയോസ് ആയിട്ടൊക്കെ വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം. നീണ്ടു നിൽക്കുന്ന ഒരു ഫ്ലവർ